സെനറ്റ് യോഗം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് സെനറ്റ് അംഗങ്ങൾ അകത്തേക്ക് പോയിട്ടുമുണ്ട്. ഇപ്പോഴും അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അവർ പുറത്തു തന്നെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതിൽ പത്മശ്രീ ജേതാവും കാഴ്ചപരിമിതനുമായ ബാലൻ പൂതേരി അടക്കമുള്ള ആളുകളാണ് ആ കൂട്ടത്തിൽ ഉള്ളത്. അവർക്ക് ഈ നിലപാടിൽ തികഞ്ഞ വ്യസനവും രോഷവുമുണ്ട് എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും അവരിപ്പോഴും അവിടെ തന്നെ പ്രതികരണങ്ങളിലേക്കൂടെ പോകാം. ശ്രീ ബാലകൃഷ്ണൻ പൂതേരി അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സാർ, സെനറ്റ് യോഗം ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അംഗങ്ങൾ അകത്തേക്കും പ്രവേശിക്കുന്നു. അങ്ങനെ കരുതുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അതിപ്പോ നമ്മളെ നിയമാനുസൃതമായ ഒരു രാജ്യമല്ലേ, നിയമം നടപ്പിലാക്കുന്ന രാജ്യമല്ലേ. അന്യായമായി തടഞ്ഞു വെക്കുന്നത് ശരിയാണോ? ഗവർണർ നോമിനേറ്റ് ചെയ്തെന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഒറ്റ കാരണം കൊണ്ടാണ്. ഞങ്ങൾക്ക് ഇതിന്റെ ഓർഡർ കിട്ടിയതിനനുസരിച്ച് ഞങ്ങൾ വന്നത്. ഇന്ന് പങ്കെടുക്കണം തന്നെയാണ് ആഗ്രഹം. പങ്കെടുക്കാൻ വേണ്ടി വന്നാണ്. പോലീസ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അറിയില്ല. ഞാൻ ഇവിടെ ഇരിക്കാം. നമ്മളെ കാഴ്ചയില്ലാത്ത ആളായതുകൊണ്ട് കൂടുതലൊന്നും അറിയില്ല. അധിക നേരം കുറച്ച് സമയത്തിനുള്ളിൽ കയറാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അറിയില്ല, നോക്കാം. ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പോലീസ് അവരെ മാറ്റിയിട്ട് അകത്ത് കയറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ പങ്കെടുത്തിട്ടേ പോകുന്നു. അതെ അതെ. ഈ ഗവർണർ നോമിനേറ്റ് ചെയ്തൊന്നും ഒറ്റ കാരണം അതെ. അതിലൊരു വിഷമമുണ്ടോ? അല്ല, വിഷമമില്ലാതിരിക്കില്ലല്ലോ. നമ്മൾ ഈ ഒരു കാര്യം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. അപ്പോൾ അത് പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഈ പങ്കെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഉള്ളത്. കാരണം ഒരു വശത്ത് പോലീസ് നടപടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ഈ ആളുകളെ പിടികൂടി SY പ്രവർത്തകരെ ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളായ ആളുകളെ ഇതിനകം ഇവിടെ നിന്നും നീക്കിക്കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ബാക്കി പ്രവർത്തകരെയും ഉടൻ തന്നെ നീക്കാനാവുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ഈ പുറത്തുനിന്നുള്ള പ്രതിഷേധം അമർച്ച ചെയ്താലും അല്ലെങ്കിൽ ഈ ആളുകളെ മാറ്റിയാലും ഈ സെനറ്റിനുള്ളിൽ ഇടത് അനുകൂല വിദ്യാർത്ഥി പ്രതിനിധികളും മറ്റ് യൂണിയൻ പ്രതിനിധികളും മറ്റ് ജീവനക്കാരുടെ പ്രതിനിധികളും ഒക്കെ ഉണ്ട്. അവർ അതിനുള്ളിൽ പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധം ഇതിനെ മാത്രം ഒതുക്കിയാൽ സെനറ്റ് യോഗത്തിൽ സുഗമമായി ഈ സംഘപരിവാർ അനുകൂലികളായ സെനറ്റ് അംഗങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പറ്റില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. നേരത്തെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ അംഗങ്ങളും ഈ പുറത്തു നിൽക്കുന്ന സെനറ്റ് അംഗങ്ങൾക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് എടുത്തത്. കാരണം സെനറ്റ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആണ് അവർ. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധം ആരോപിച്ച് അവരെ മാറ്റി നിർത്തുന്നത് ശരിയായ നടപടിയല്ല. നിയമാനുസൃതമായ മാർഗത്തിൽ കൂടി എത്തിയ ആളുകളാണ് അവരും. അവരെ പുറത്തു നിർത്തി അകത്ത് സെനറ്റ് കൂടുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്.